അമ്മച്ചയും കൊണ്ട് സങ്കടത്തിൽ വന്ന ഇന്ന് രാവിലെ ഇവിടെ നിന്ന് നീ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എൻ്റെ അമ്മയൊന്ന് തൊട്ട് വിടുവിക്കണം. എഴുന്നേറ്റ് വന്നു. മയമ അല്ലയോ? മയമയ്ക്ക് ക്യാൻസർ ഉണ്ടല്ലയോ, മാനസിക രോഗമുണ്ട്, എല്ലാം ഇപ്പൊ സൗഖ്യമാവും. എല്ലാം കൂടെ യേശു വിടുവിക്കാൻ പോവാ. ഇന്ന് രാവിലെ അമ്മയെ കർത്താവ് വിടുവിക്കാൻ പോവാ. ഇന്ന് രാവിലത്തെ ആരാധന വിടുവിച്ച് വിടുന്ന ഒരത്ഭുതത്തിന്റെ രാവിലെ ആയിട്ട് മാറാൻ പോവാ. നീ ഒരുപാട് നാളുകളായിട്ട് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ദുഃഖം കാണാൻ വയ്യ. അമ്മേ, അമ്മയുടെ പേരെന്തോ? ശോശാമ. ശോശാമ ഇപ്പൊ വിടുവിക്കപ്പെടും കേട്ടോ. ക്യാൻസർ മാറും. ഈ മാനസികരോഗത്തിന്റെ ഗുളി കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. അത് കഴിക്കാതെ ഉറങ്ങാൻ പറ്റിയല്ല, സത്യം. കഴിഞ്ഞ 12 ദിവസമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്നലെ ഞങ്ങൾ ഡിസ്ചാർജ് ഉറങ്ങിയിട്ട്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ പ്രിയരെ? ഞാനിവിടെ ദൂത് പറയാൻ നിന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഈ ആൻ്റെ അടുത്ത് പറഞ്ഞു, ആൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അമ്മ ഇന്ന് രാവിലെ യേശു വിടുവിക്കുമെന്ന് എന്നോട് ദൈവം പറഞ്ഞു. ഇന്നലെ ഒരു രാത്രി ഇവരെ ഒരുപോലെ ഉറക്കിയിട്ടില്ല ഈ അമ്മ. എവിടാ നമ്മുടെ വീട്? ശാന്തിപുരത്ത് താമസിക്കുക. എനിക്ക് ശാന്തിപുരം അറിയാം കേട്ടോ. ഒരു മോൻ, അവനെ ദൈവം നന്നല്ലയോ, അവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അവനിപ്പോൾ എവിടാ? ബാംഗ്ലൂരിൽ. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ രക്ഷപ്പെടും, അവൻ ദൈവത്തിന്റെ മകനായിട്ട് മാറും. നിങ്ങളുടെ സ്ഥിതിഗതികളെ ഒക്കെ ദൈവം മാറ്റാൻ പോവാ. വൈകിപ്പോയി. യേശുവിനോട് പറയുന്നത് എന്നാണെന്നറിയോ? ഇന്നമ്മ സൗഖ്യാവും. ഇന്ന് രാത്രി സുഖമായിട്ട് അമ്മ ഉറങ്ങും. അമ്മേ, ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങും കേട്ടോ. വീട്ടിൽ പോണോ? ഇന്ന് ഉറങ്ങത്തില്ലയോ? ഉറങ്ങും. അമ്മച്ചി ഉറക്കാതിരിക്കുന്ന ഒരു വ്യാപാരം ഉണ്ട് കേട്ടോ. ഇപ്പൊ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. വന്ന് കൈയടിച്ച് ഉറച്ചൊരാമയും പറ.